2080 പീരീഡിൽ സ്ഥിരമായിട്ട് കാണുന്ന വിൻഡോസിന്റെ ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു. അത് യു കെയിലാണെന്നും ഇതിന്റെ പേര് സ്റ്റോണേജ് എന്നാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. വണ്ടി കയറി ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അരമണിക്കൂറായിരുന്നു ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ അപ്പുറത്തെ സീറ്റ് ഇരുന്ന മലയാളി ചുള്ളൻ വേണ്ടി വന്നിട്ടോ. ജോസഫെ കുട്ടിക്ക് മലയാളം അറിയാമെന്ന് ഞാൻ പറഞ്ഞതും തോമസ് കുട്ടി വിട്ടോടാന്ന് ഞാൻ കേട്ടത് ഒന്നിച്ചായിരുന്നു കേട്ടോ. 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് അരമണിക്കൂർ നടന്നിട്ടാണ് കേട്ടോ ഈ കല്ലുകളുടെ സ്ഥലത്തേക്ക് എത്തിയത്. ഇതിങ്ങനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിരുന്നു ഞാനും വിചാരിച്ചിട്ടോ. പക്ഷേ ഈ ഒരു സാധനം ഇവിടെ വന്നിട്ട് ഒരു 5000 വർഷമായിട്ടുണ്ടാവും. ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കാൻ 2000 വർഷം എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്, എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് വേറൊരു പ്രത്യേകത. ഇങ്ങനത്തെ സിമിലർ കല്ലുകൾ ഈ പരിസരത്തൊന്നും ഇല്ല കേട്ടോ. ഇതൊരു 250 കിലോമീറ്ററിന് മേലെ ദൂരെ സ്ഥലമായിട്ടുള്ള വെയിൽസിൽ നിന്ന് എടുത്തിട്ട് വന്നതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇതിൽ ഒരു കല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരു 100 ആൾക്കാരെങ്കിലും വേണം. അപ്പോൾ അക്കാലത്ത് ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചു, ജെയിൻസ് ആണെന്ന് പറയുന്നുണ്ട്, ഏലിയൻസ് ആണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ കുറേ മിത്ത് ആൻഡ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടായ ഒരു അബദ്ധം തിരിച്ചു പോകുമ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിന്ന് നമ്മുടെ സൈറ്റ് വരെ ബസ് സർവീസ് ഉണ്ട്. വലിയ ഷോ കാണിച്ച് ആദ്യം വഴി പിടിച്ച് നടന്നു, നമ്മുടെ അത്രയും ടൈമും പോയി. പക്ഷേ രസമായിരുന്നു കേട്ടോ. പക്ഷേ തിരിച്ചു വരുമ്പോൾ അബദ്ധം കണക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് ബസ് പിടിച്ചിട്ട് തിരിച്ചു പോന്നു.